ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്ന് ഞാനും ജോമോനും കൂടെ ട്രിവാൻഡ്രം വരെ പോകും. അവിടെ എന്താ പരിപാടി എന്ന് വെച്ചാൽ, നമ്മൾ ബൈക്ക് കഴക്കൂട്ടത്താണ് എടുത്തത്. അപ്പോൾ അവിടെ തന്നെ നമ്മൾ സർവീസിന് കൊടുക്കണം. അതിൻ്റെ ബ്രാഞ്ച് ഇവിടെ കൊല്ലത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ തന്നെ കൊടുക്കാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോ കാണാം. ഇപ്പോൾ പിന്നെ നമുക്ക് ട്രിവാൻഡ്രം പോകാനായിട്ടൊക്കെ പെട്ടെന്ന് പോകാൻ പറ്റും. മീൻസ് ഈ ബൈപ്പാസ് റോഡൊക്കെ നല്ല സെറ്റ് ചെയ്ത്, അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ എത്തിയാൽ. ഞങ്ങൾ ആറ്റിങ്ങലൊക്കെ ഒരു 3/4 മണിക്കൂർ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. രാവിലെ ഒന്നും കഴിക്കാതെയല്ലേ ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി. ഞാൻ ചപ്പാത്തിയും ജോമോനൊരു മസാല ദോശയും പറഞ്ഞു. എൻ്റെ ചപ്പാത്തി കൊള്ളത്തില്ലായിരുന്നു, പക്ഷേ ജോമോൻ്റെ മസാല ദോശ, ആ വട, അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് ജോമോൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് പിന്നെ കുഴപ്പമില്ല, കഴിക്കാം, അത്രേ ഉള്ളൂ. അല്ലാതെ ഭയങ്കര, കാരണം ആ ചപ്പാത്തിക്ക് ഭയങ്കര ഒരു എണ്ണയുടെ ഒരു ഇതായിരുന്നു, അതുകൊണ്ട് കഴിക്കാൻ ഒരു ഇതില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ സാമ്പാർ വാങ്ങിച്ചിട്ടാണ് കഴിച്ചത്. പിന്നെ അവിടെ നിന്ന് തന്നെ ദാണ്ട് ഈ ജിലേബി വാങ്ങിച്ചു, കൊച്ചു ജിലേബി ഇല്ലേ, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് ജോമോൻ പറഞ്ഞു. ഞങ്ങൾ ബൈക്ക് സർവീസ് ചെയ്യാൻ കൊടുത്തിട്ട് ഇപ്പോഴേ കറുത്ത് ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുക. വൈകിട്ടാവുമെന്ന് കിട്ടാൻ. അപ്പം നമുക്ക് നോക്കാം, ചിലപ്പോൾ ലുലു മോളിൽ പോകും. അങ്ങനെ പിന്നെ ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ലുലു മോളിൽ പോയി, കാരണം വേറെ വഴിയില്ല. വൈകിട്ട് 4 മണിക്ക് നമുക്ക് വണ്ടി കിട്ടത്തുള്ളൂ. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ ലുലു മോളിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് നേരം അവിടെ ഇരിക്കാമല്ലോ. അങ്ങനെ ഞങ്ങൾ റാപ്പിഡോ എടുത്തിട്ട് അവിടെ ബുക്ക് ചെയ്ത് ഞങ്ങൾ ലുലു മോളിലോട്ട് പോയി. നോക്കൂ നോക്കൂ നോക്കൂ. ഞങ്ങൾ ലുലു മോളിലെ മാക്സി കയറി കേട്ടോ. ഇവിടെ ഓഫർ നടക്കുന്നു. അപ്പം ജോമോനൊരു ടീഷർട്ട് എടുത്ത് ജോമോ ഇട്ട് വെക്കാൻ പോയി. ഞാൻ ഒന്നും എടുത്തില്ല. ഇനി നമുക്ക് നോക്കാം എനിക്ക് എന്തെങ്കിലും ഉണ്ടോയെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഒരു ക്രഞ്ചി ടാക്കോ ഓർഡർ ചെയ്ത്. അങ്ങനെ അതൊക്കെ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അവിടെ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അവർ ഫുഡ് റെഡിയായെന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജ് ഇട്ട്. അങ്ങനെ ഞാൻ അതൊക്കെ വാങ്ങിച്ച് വന്നിട്ട് പിന്നെ അത് കഴിക്കാൻ വേണ്ടി പിന്നെ അവിടെ ഞങ്ങൾ ഉച്ചയ്ക്ക് എപ്പോൾ ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഫുഡ് കഴിക്കാൻ ഞങ്ങൾ എവിടെ പോയെന്ന് വെച്ചാൽ ആസിഫി ഇല്ലേ, അത് സംഭവം ഞങ്ങൾ അവിടെ തേടി പിടിച്ച് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കിവിടെ കൊല്ലത്ത് ഒരു ആസിഫിയുടെ ബ്രാഞ്ച് ഉണ്ടായിരുന്നു പോളയത്തോട്. പക്ഷെ അതിപ്പോൾ അവിടെ നിന്ന് മാറ്റി, അവിടെ ഇപ്പോൾ ഇല്ലത്. ഞങ്ങൾ സ്ഥിരം കഴിക്കുന്ന ഒരു സ്പോട്ടായിരുന്നു അത്. നല്ല ടേസ്റ്റാണ്, ഞങ്ങൾക്ക് ഇഷ്ടമാണ്. എനിക്കും ജോമോനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചായിരുന്നു ഇനി ട്രിവാൻഡ്രത്ത് പോകുമ്പോൾ എന്തായാലും അവിടെ നിന്ന് വാങ്ങിക്കണമെന്ന്. പക്ഷെ നമ്മുടെ ഇവിടെ പോളയത്തോട് കിട്ടുന്ന ഒരു ഫ്ലേവർ അവിടെ ഇല്ലായിരുന്നു. പക്ഷേ ഏകദേശം ഒരു ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളത് കഴിച്ച് നല്ല, നമുക്ക് മിസ് ചെയ്തിരുന്ന ഫുഡായിരുന്നത്. അങ്ങനെ ഞങ്ങളതെല്ലാം സാലഡും പിന്നെ വേറൊരു ഗ്രേവി തരത്തില്ലേ, അതും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിച്ച് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ സൂവിൽ പോകാമെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ സൂവിൽ വന്നു. ഞങ്ങൾക്ക് ഇനിയും സമയമുണ്ട്. വൈകിട്ട് 5 മണിക്ക് വണ്ടി കിട്ടത്തുള്ളൂ. അതുവരെ ഞങ്ങൾ സൂവിൽ നിൽക്കും, കൊട്ടാരത്തിൽ കയറും. ഇല്ലേ ജോമനെ? സൂവിൽ കയറിയിട്ട് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. സൂവിൻ്റെ അകത്ത് കയറി ഞാൻ ജോമോനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ജോമോനെ നിന്നെ കാണിച്ചു കൊടുക്കാമെന്ന് അവിടെ കിടപ്പുണ്ട്.
ഇതാണ് ജോമോൻ. ഇത് ജോമോൻ ഒറിജിനൽ. ഇത് ജോമോ 2.0. ഭയങ്കര തീറ്റയുടെ ഇവിടെ കുഴിയൊക്കെ ഇവിടുന്ന് ചാടി കരടിയാന്ന് പറയുന്നില്ല അതിനെ കണ്ട. ഇത് മറ്റേ കരടി ഇതൊന്നുമില്ല. വരല അപ്പോഴേ ചോദിക്കാം. വെള്ളം നിറപ്പിക്കുവോ അല്ലേ അതിന്? ഇല്ലടാ. മനസ്സിലായി. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട്. ഹായ് ഹായ്. ഉള്ള കാര്യങ്ങളുണ്ടല്ലേ. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കാരണം നമുക്ക് ഷോറൂമിൽ നിന്ന് കോൾ വന്ന് വണ്ടി സർവീസ് ചെയ്ത് കഴിഞ്ഞ് വന്നെടുത്തോന്നും പറഞ്ഞു. ഞങ്ങൾ ക്ഷീണിച്ചതിൻ്റെ മെയിൻ റീസൺ എൻ്റെ അകത്ത് വെറുതെ ഇങ്ങനെ നടക്കുമായിരുന്നു. നമ്മൾ എന്തെങ്കിലും കണ്ടൊക്കെ നടക്കുമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. കാരണം മുൻപൊക്കെ എന്ന് പറഞ്ഞാൽ സൂയിൽ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഭയങ്കര കുറവാണ്. കുറച്ച് മൃഗങ്ങളേ ഉള്ളൂ കാണാനായിട്ട്. അങ്ങനെ അതാണ്ട് വണ്ടിയൊക്കെ എടുത്ത് വണ്ടി അവിടെ നിന്ന് വീഡിയോ ഒന്നും എടുത്ത് കാര്യം അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പുറത്തൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല. അങ്ങനെ പിന്നെ വീഡിയോ ഒന്നും എടുത്തുകൂടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വിചാരിച്ച് കരിക്കും വെള്ളം കുടിക്കാൻ. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ കരിക്കും വെള്ളമൊക്കെ കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ നോക്കിയാൽ പെട്ടെന്നൊരു മഴ. വണ്ടി സർവീസ് ചെയ്യാൻ വേണ്ടി കാത്തിരുന്നു മഴ പെയ്യാൻ. നല്ല മഴയായിരുന്നു. അങ്ങനെ സർവീസ് ചെയ്ത വണ്ടി ഫുള്ള് ചെളിയായി. പിന്നെ പയ്യെ ഓട്ടിച്ച് ഞങ്ങൾ അവിടെയൊക്കെ കയറി നിന്ന്. പിന്നെ ജോമൻ പേരയ്ക്ക മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് തന്നെ പേരയ്ക്ക കഴിച്ച്. നല്ല പേരയ്ക്കയായിരുന്നു. കഴിച്ച് പിന്നെ പയ്യെ നോക്കിയപ്പോഴത്തേനും മഴയും വെയിലും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ആ മഴ പെയ്തപ്പോൾ തന്നെ ഞങ്ങൾ ബൈപ്പാസ് റോഡ് കയറി. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. മീൻസ് വെള്ളക്കെട്ടോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. പയ്യെ ഓട്ടിച്ച് വരാം. അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്ന്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബാക്കി വീഡിയോകളൊക്കെ കാണണം.